രാഹുൽ ദാസ് ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. ബിഷപ്പിന്റെ ഈ വീഡിയോ ഷോക്കഡൊന്നും അല്ലായിരുന്നു. കാരണം നമ്മൾ സംഭവങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഷോക്കൊന്നും ആയിട്ടില്ല. പക്ഷേ ഷോക്കായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ഇന്നലെ എനിക്ക് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബിഷപ്പിൻ്റെ ആ വീഡിയോ കണ്ടോ, അതിലൊരു വീഡിയോയുമായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. സ്വാഭാവികം. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ബിഷപ്പിനെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. പെട്ടെന്ന് ബിഷപ്പിൻ്റെ ഈ മലക്കമറിച്ചിൽ കണ്ടപ്പോഴത്തേക്ക് നമ്മളൊന്നും ഷോക്കഡല്ല. പക്ഷേ എന്നാൽ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് ഷോക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാണ്. രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട, ആരും നല്ലതാണെന്ന് ശ്രമിക്കേണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. ഇതിന്റെ അല്ല, അഹങ്കാരം അങ്ങനെ തന്നെ കൊടുത്തോളൂ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് ജീവിക്കാം. ജീവിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യാം. ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായി. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. അവന്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. അത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരു അമ്മയും മകനുമാണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ ഒരു അവസരമാവുകയല്ലേ ഉള്ളൂ. നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്ന പോലൊരു അനുഭവം ആ കൊച്ചു പയ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നു. ബിഷപ്പിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കേ ബിഷപ്പ് കിച്ചുവിനോട് പറഞ്ഞ ആ വേർഡ്സ് ഉണ്ടല്ലോ, എനിക്ക് ബിഷപ്പിനെ പോലെ ഒരാളെ ഉപദേശിക്കാനൊന്നും നമ്മൾ ആരുമല്ല. ആ ഒരു ഇട്ടിരിക്കുന്ന തിരുവസ്ത്രത്തെ, ആ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ കുരിശ്, ഇതിനെല്ലാം ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയാണ്. ഒരു അച്ഛൻ, ഒരു വൈദികൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നവരാണ്. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. കാരണം നമ്മൾ കുമ്പസാരം എന്ന് പറയുന്ന ഒരിതുണ്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ. നമ്മൾ കുമ്പസരിക്കുന്നത് ഒരു വൈദികനോടാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമ്മളെ സമാധാനിപ്പിക്കുകയും അതിനു വേണ്ട പ്രായശ്ചിത്തം പറഞ്ഞു തരികയും ചെയ്യുന്ന ഒരാളാണ് വൈദികൻ. അങ്ങനെയുള്ള ഒരു വൈദികൻ ഒരു 18, 19 അല്ലെങ്കിൽ ഒരു 20 വയസ്സുള്ള ഒരു കൊച്ചു ചെറുക്കൻ്റെ അടുത്ത് കൊച്ചു ചെറുക്കനെ ഈ രീതിയിൽ പറഞ്ഞപ്പോൾ എനിക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം കിച്ചു ബിഷപ്പിനെ ഒന്നും പറഞ്ഞതായിട്ട് അറിവില്ല, ഒന്നും കേട്ടിട്ടില്ല. അവൻ്റെ നിരപരാധിത്വം അവന് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അവനെ അവൻ്റെ വളർത്തമ്മയെ കാണാൻ പോകാത്ത ഒരു നന്ദിയില്ലാത്ത, നന്ദികേടുള്ള ഒരു ചെറുക്കനായിട്ട് സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ചപ്പോൾ അത് ബോധ്യപ്പെടുത്താൻ എന്നോണം അവനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ അതിനെതിരെ ബിഷപ്പ് ഈ പറഞ്ഞ പ്രസ്താവന ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. പാപികളെ തേടിയാണ് കർത്താവ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ ദാസനായിട്ട് നിൽക്കുന്ന ഒരാൾ ഈ രീതിയിൽ സംസാരിച്ചപ്പോൾ, ഒരു 10-20 വയസ്സുള്ള ഒരു ചെറിയ കൊച്ചിനോട് ഈ രീതിയിൽ സംസാരിച്ചപ്പോൾ, ഭീഷണിപ്പെടുത്തിയപ്പോൾ അങ്ങയോട് ശരിക്കും അങ്ങേയറ്റം പുച്ഛം തോന്നി. കാരണം ആ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് ആ കയ്യിൽ കുരിശ് പിടിച്ചുകൊണ്ട് അങ്ങ് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്. പിന്നെ ഇപ്പം അങ്ങ് ഈ ന്യായീകരിക്കുന്ന ആളെ ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ക്രൂശിച്ചത് അങ്ങാണ്. വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. തേഞ്ഞൊട്ടി 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 വരുമെന്ന് സോഷ്യൽ മീഡിയയിൽ ഇൻ്റർവ്യൂവിലൂടെ ഒരു ചാനലിൽ അങ്ങ് പറഞ്ഞത് ഇപ്പോഴും പലരുടെ ചാനലിൽ കിടപ്പുണ്ട്. രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ചിറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ആ രേണുവിനെ ബിഗ് ബോസിൽ കൊണ്ടുപോയി. 100 ദിവസം രേണു അവിടെ നിൽക്കണം. 100 ദിവസം രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം. അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി 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 വിന്നായിട്ട് പോരട്ടെ. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിക്കുന്നത്. അവരുടെ പേരിൽ കരവടച്ചിരിക്കുന്ന രസീതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ 2 കുഞ്ഞുങ്ങൾക്കായിട്ടാണ് വസ്തു നൽകിയിരിക്കുന്നത് എന്ന്. സുധിയേട്ടാ, ഞാൻ വന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിംഗ് എന്നെ കൊണ്ട് കാണിച്ചു. സുധിയേട്ടാ, കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ? ഏത് കൽപ്പന ചേച്ചിയാണെന്ന് എന്നോട് ചോദിക്കല്. എനിക്ക് ഇതൊന്നും അറിയത്തില്ല അതിനകത്ത്. അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സും അങ്ങേക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനടക്കം. ബിഷപ്പിന് വേണ്ടിയിട്ട് ആദ്യകാലങ്ങളിൽ വീഡിയോ ഇടുകയും പിന്നീട് ബിഷപ്പിൻ്റെ ആവശ്യപ്രകാരം
വീഡിയോ ഇട്ടതാണ് ഞാനടക്കം പല യൂട്യൂബേഴ്സും. പക്ഷേ ഇന്ന് അങ്ങ് പീലാത്തോസ് കൈയൊഴിയുന്ന പോലെ കൈ കഴുകി വിശുദ്ധനായിരിക്കുകയാണ്. യൂട്യൂബേഴ്സിനെ എല്ലാം മറ്റുള്ളവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്, ആ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണോ? സ്വയം പരിശുദ്ധനാണെന്നോ വിശുദ്ധനാണെന്നോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഈ യൂട്യൂബേഴ്സ് അങ്ങേക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത, അങ്ങേക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്ന എല്ലാ യൂട്യൂബേഴ്സിനെയും തെറ്റുകാരായിട്ട് ചിത്രീകരിച്ച് അങ്ങ് വിശുദ്ധനായിട്ട് കൈ കഴുകി പുണ്യാളനായിരിക്കുന്ന അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നിട്ടുള്ളത്. കാരണം ഞാനടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും കയ്യിലുണ്ട് പല കാര്യങ്ങളും ആവശ്യപ്രകാരം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യും, സോഷ്യൽ മീഡിയയിൽ എന്നെ ഇത്രയധികം നാണം കെടുത്തുന്നു എൻ്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ ഒരു ബിഷപ്പ്, ആ ബിഷപ്പിനെ എനിക്കറിയാം. അതുപോലെ തന്നെ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു ബിഷപ്പിനെ എനിക്കറിയാം. അപ്പോൾ അങ്ങയുടെ സങ്കടം, അങ്ങയുടെ കുടുംബത്തിൻ്റെ സങ്കടം കണ്ടിട്ട് പല യൂട്യൂബേഴ്സും പല തേജോവധങ്ങളും പല ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും എല്ലാം സഹിച്ച് ശത്രുക്കളെ ഉണ്ടാക്കി അങ്ങേക്കൊപ്പം കൂടെ നിന്നവരാണ് യൂട്യൂബേഴ്സ് ഒരുപാട് പേര്. അങ്ങനെ അവരെയെല്ലാം ഒരു നിമിഷം കൊണ്ട് ചവിട്ടിത്താഴ്ത്തി ഈ കിച്ചു എന്ന് പറയുന്ന 20 വയസ്സുകാരനെ ഭീഷണിപ്പെടുത്തി അങ്ങ് തേഞ്ഞൊട്ടും എന്ന് പറഞ്ഞ രേണുസുതിക്ക് ഒപ്പം നിൽക്കുന്ന ബിഷപ്പിനെ കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഒരു യൂട്യൂബേഴ്സും പറഞ്ഞിട്ടല്ല അങ്ങ് രേണുസുതിക്കെതിരെ നിന്നത്. ഒരു യൂട്യൂബേഴ്സും പറഞ്ഞിട്ടല്ല അങ്ങ് കേസ് കൊടുത്തിട്ടുള്ളത്. അങ്ങ് കേസ് കൊടുത്ത രേഖകൾ, ആ ഒരു കാര്യങ്ങൾ രേണുസുതി കൈപ്പറ്റുന്നതിന് മുമ്പേ പല യൂട്യൂബേഴ്സിൻ്റെയും കയ്യിൽ വന്നത് എങ്ങനെ? ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ബലിയാടാക്കപ്പെട്ടത് കിച്ചുവും ഈ കൂടെ നിന്ന യൂട്യൂബേഴ്സുമാണ്. കിച്ചുവിനൊപ്പം ഞങ്ങളുണ്ട്. കാരണം ഈ 20-21 വയസ്സിനിടയ്ക്ക് ഒരു കുട്ടിക്ക് സംഭവിച്ചേക്കാവുന്ന തെറ്റുകൾ മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. കാരണം അവനെ തിരുത്താൻ ആളുണ്ടായില്ല, അവനെ നയിക്കാൻ ആളുണ്ടായില്ല. ഞാനും ഒരു മകൻ്റെ അമ്മയാണ്. കിച്ചുവിൻ്റെ പ്രായത്തിനോട് അടുത്തുള്ള ഒരു മകൻ എനിക്കുമുണ്ട്. എൻ്റെ മകൻ എന്നും കോളേജ് വിട്ട് വരുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് താമസിച്ചാൽ 10 മിനിറ്റ് താമസിച്ചാൽ ആദ്യോടെ കാത്തിരിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. പക്ഷേ കിച്ചുവിന് അങ്ങനെ ഒരു അമ്മയോ അങ്ങനെ ഒരു അച്ഛനോ ഇല്ല. ഒരു വളർത്തമ്മയുണ്ടെങ്കിലും തിരക്കില്ലായിരുന്നു കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറിയിലൂടെ കിച്ചു വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും സോഷ്യൽ മീഡിയയിലൂടെ ആരൊക്കെ വലിച്ചു കീറിയാലും കിച്ചുവിനൊപ്പം എന്നും ഞങ്ങളുണ്ടാവും. പിന്നെ ദാനം കൊടുത്തിട്ട് ആദ്യ നാളുകളിൽ പറയുമായിരുന്നു കുട്ടികൾക്കുള്ളതാണ്. ഇപ്പോൾ പറയുന്നു ആ വീട്ടിൽ വിളച്ചിലെടുത്തുകൊണ്ട് വരരുത് എന്ന്. ആ കുട്ടി ആ വീട്ടിൽ അന്തി ഉറങ്ങുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്നിട്ടും ആ കുട്ടിയെ ഇങ്ങനെയധികം പറയാനായിട്ട് എങ്ങനെ കഴിഞ്ഞു? ആ തിരുവസ്ത്രത്തോടെങ്കിലും കുറച്ച് മാന്യത കാട്ടാമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാനിവിടെ പറയാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. കാരണം ആ ഒരു പദവി, ആ ഒരു തിരുവസ്ത്രം എല്ലാത്തിനെയും ബഹുമാനിച്ചു കൊണ്ടിട്ട് ഇത്രയെങ്കിലും കിച്ചിന് വേണ്ടിയിട്ട് മറ്റുള്ള പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഇത്രയെങ്കിലും പറയണം എന്ന് തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.